പടകോജിയുടെ ഈ അടുത്ത ടോപ്പിലേക്ക്, 4ാമത്തെ ടോപ്പിക്കിലേക്ക് സ്വാഗതം. അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ 5 ടോപ്പിക്കുകളിൽ ഒന്നാണിത്. മൊത്തം 5 ടോപ്പിക്കുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഒരു ടോപ്പിക് കൂടെ നമ്മൾ എടുക്കും. ഓക്കെ, ഏതാണ് ആ ടോപ്പിക്ക്? അത് ലാംഗ്വേജ് ലേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ? 5ാമത്തെ ടോപ്പിക്ക് Objective of language teaching in aims and objective of language teaching in അല്ലേ, in India and all. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ, ഈ 2 വാക്കുകൾ ഒരു ടീച്ചറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 2 വാക്കുകളാണ്. അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്, മൂല്യനിർണ്ണയമാണ്. പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം അത് ക്വാളിറ്റി ജഡ്ജ് ചെയ്യാനുള്ള ഒരു ഒരു മാധ്യമമാണ്, അല്ലെങ്കിൽ ഒരു ടൂളാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റുകളാണ് അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി നിർണ്ണയിക്കലാണ്. അതുപോലെ ഇതൊരു എൻഡ് പ്രോഡക്റ്റാണ്, ഫൈനൽ അല്ലെങ്കിൽ ക്ലോഷർ പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ക്വാളിറ്റി ജഡ്ജ് ചെയ്യാനുള്ളതാണ്. എൻഡ് പ്രോഡക്റ്റാണ്, പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ പാസ്സാക്കുന്നതും ഫെയിലാക്കുന്നതും A+ കൊടുക്കുന്നതും ഒക്കെ, A+ ഗ്രേഡ് കൊടുക്കുന്നതൊക്കെ ഇവാലുവേഷൻ്റെ ഭാഗമായിട്ടാണ് അല്ലേ? ഒരു കുട്ടി എന്ത് പഠിച്ചു എന്നതിൻ്റെ ക്വാളിറ്റി, ജഡ്ജസ് ക്വാളിറ്റി അല്ല. ഒരു കുട്ടീനെ ഒരു കൊല്ലം മുഴുവൻ പഠിച്ചു, എന്നിട്ട് ആ കുട്ടി ഇത് പഠിച്ചോ, എത്രമാത്രം എന്തൊക്കെ പഠിച്ചു, അതിൻ്റെ ക്വാളിറ്റി ജഡ്ജ് ചെയ്യാനുള്ളതാണ് അല്ലേ സൂര്യ? ഇതൊരു പറഞ്ഞു എടുത്തതല്ലേ സർ? ഇല്ല, അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷനോ? ഇത് തമ്മിൽ ഡിഫറൻസ് ഒക്കെ സാറ് പറഞ്ഞതാണ്. അപ്പോ നമ്മൾ എടുത്തിട്ടില്ല, പക്ഷെ സാറ് ക്ലാസ് ഉണ്ട് യൂട്യൂബിൽ അന്ന് എടുത്തതാ. നമ്മളെ വേറെ ഒരു കോഴ്സ്, യൂട്യൂബിലെ കോഴ്സില്, ഈ കോഴ്സിൽ എടുത്തിട്ടില്ല. യൂട്യൂബിലായിരുന്നല്ലേ? സോറി സാർ, യൂട്യൂബിൽ ഞാൻ കണ്ടപ്പോ. ഈ കോഴ്സിൽ എടുത്തിട്ടില്ല കേട്ടോ. ഈ കോഴ്സിൽ ആദ്യം. അപ്പൊ അതന്നെ സംഗതി, അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ റിവിഷൻ അത് കേട്ടോ. പ്രോഡക്റ്റ് ഓറിയന്റഡ് ആണ് എന്ത്? അസസ്മെന്റ്, സോറി ഇവാലുവേഷൻ. ഓക്കെ, പിന്നെ നമ്മൾ ഗ്രേഡ് കൊടുക്കുന്നതും പാസ്സാക്കുന്നതും ഫെയിലാക്കുന്നതും ഒക്കെ ഇവാലുവേഷൻ അനുസരിച്ചാണ്. പക്ഷേ അതിൽ നിന്നും വിഭിന്നമാണ് എന്ത്? അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അത് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ്. ജഡ്ജ് ക്വാളിറ്റി അല്ല, ഇംപ്രൂവിങ് ക്വാളിറ്റിയാണ്. ഇത് എൻഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ ഇത് ഓൺ ഗോയിങ് പ്രോഡക്റ്റ് ആണ്. ഇത് പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആണെങ്കിൽ ഇത് പ്രോസസ് ഓറിയൻറ്റഡ് ആണ്. ഞാനീ പറഞ്ഞ വ്യത്യാസങ്ങളെ ഒന്ന് വേർതിരിച്ചിട്ട് ഇവാലുവേഷൻ്റെയും അസസ്മെൻ്റെയും വ്യത്യാസങ്ങളൊന്ന് ഭവ്യക്കൊന്ന് പറയാമോ? വാട്ട് ഈസ് ഇവാലുവേഷൻ? ഇവാലുവേഷനും അസസ്മെൻറ്റും തമ്മിലുള്ള ഈ 3 വ്യത്യാസങ്ങൾ ഒന്ന് കമ്പാരിസൺ നടത്തുക. അസസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യുന്ന ഓൺ ഗോയിങ് പ്രോസസ് ആണ്. ഗുഡ്. അപ്പോൾ ഇവാലുവേഷനോ? ഇവാലുവേഷൻ അത് എൻഡ് പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ അസസ്മെന്റിൽ ഇംപ്രൂവ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അല്ലേ? ഇവാലുവേഷൻ ആണെങ്കിൽ ക്വാളിറ്റി ജഡ്ജ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പ്രോസസ് ഓറിയന്റഡ് ആണ്. ഇവിടെ അസസ്മെന്റ് പ്രോസസ് ഓറിയന്റഡ് ആണ്. ഇവാലുവേഷൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓറിയന്റഡ് ആണ്. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. നമുക്കിവയെ ഒന്നുകൂടെ ഒന്ന് അടുത്തറിയാം. നമുക്ക് ആദ്യം അസസ്മെന്റിനെ കുറിച്ച് ഒന്ന്. വാട്ട് ഈസ് അസസ്മെന്റ്? നമ്മളിപ്പോൾ അസസ്മെന്റ് നമ്മൾ പറഞ്ഞു. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ്, ഓൺ ഗോയിങ് ആണ്, പ്രോസസ് ഓറിയന്റഡ് ആണ്. ചുരുക്കി പറഞ്ഞു, 3 വാക്കിൽ പറഞ്ഞു. എന്നാൽ ഒന്നുകൂടെ വിശദമായിട്ട് പറയാം. വാട്ട് ഈസ് അസസ്മെന്റ്? ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻഡ് മെഷറിംഗ് ഇൻഡിവിജ്വൽസ് അച്ചീവ്മെന്റ് ടിപ്പിക്കലി ഡൺ വിത്ത് അസസ്മെന്റ് ടൂൾസ് സച്ച് ആസ് അസൈൻമെന്റ്സ്, എക്സാമിനേഷൻസ്. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊല്ലം മുഴുവൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആ പഠനത്തിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അസൈൻമെന്റ്സുകൾ കൊടുക്കുന്നുണ്ട്, ചെറിയ എക്സാമിനേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ നേട്ടം വിലയിരുത്തുന്നതിനും അത് അളക്കുന്നതിനുമായിട്ടുള്ള പ്രക്രിയയാണ് അസസ്മെന്റ് അല്ലേ? വിലയിരുത്തൽ അഥവാ അസസ്മെന്റ്. ഈ അസസ്മെന്റ് പ്രധാനമായും 3 തരത്തിലുണ്ട്. ഒന്ന് അസസ്മെന്റ് ഓഫ് ലേണിംഗ്,
അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. അപ്പോൾ ഓഫ് ഉണ്ട്, ഫോർ ഉണ്ട്, ആസ് ഉണ്ട്. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠനത്തെ വിലയിരുത്തലാണ്. പഠനത്തിന് വേണ്ടിയുള്ള വിലയിരുത്തലാണ് ഫോർ, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. മൂന്നിൻ്റെയും മലയാളം ഒന്ന് വായിച്ച ആതിര, ഒന്ന് പറഞ്ഞേ. അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോൾ പഠനത്തെ വിലയിരുത്തൽ, അസസ്മെന്റ് ഓഫ് ലേണിംഗ് പഠനത്തെ വിലയിരുത്തൽ, അസസ്മെന്റ് ഫോർ ലേണിംഗ് പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെന്റ് ആസ് ലേണിംഗ് വിലയിരുത്തൽ തന്നെ പഠനം. വെരി ഗുഡ്. ഈ അസസ്മെന്റ് ഓഫ് ലേണിംഗ് പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഫോക്കസസ് ഓൺ വാട്ട് സ്റ്റുഡൻറ് ഹാസ് ലേൺഡ് അറ്റ് എൻഡ് ഓഫ് ദി യൂണിറ്റ്. ഒരു യൂണിറ്റിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ്റെ എൻഡിൽ അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഗ്രേഡ് ലെവൽ, ഒരു ഗ്രേഡ് ലെവൽ നിശ്ചിത കാലയളവിന് ശേഷം എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തും. ഒരു നിശ്ചിത കാലയളവിന് ശേഷം എന്തൊക്കെ പഠിച്ചു, അറ്റ് ദി എൻഡ് ഓഫ് യൂണിറ്റ് അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ഇൻസ്ട്രക്ഷനിൽ എന്ത് പഠിച്ചു എന്ന് മനസ്സിലാക്കുന്നതാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ്. It is used to evaluate students' learning skill acquisition, academic achievement in the conclusion, a defined instructional period. ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ പീരീഡിൽ എന്തൊക്കെ പഠിച്ചു, ടിപ്പിക്കലി അറ്റ് ദി എൻഡ് ഓഫ് ദ പ്രോജക്റ്റ്, ഒരു പ്രോജക്റ്റിൻ്റെ എൻഡിലാവാം, യൂണിറ്റിലാവും, കോഴ്സിലാവും, സെമസ്റ്ററിലാവും, പ്രോഗ്രാമിലാവും, സ്കൂൾ ഇയറിലൊക്കെ ആവാം. ഓക്കെ. ഹിയർ ദ ടീച്ചർ, സ്റ്റുഡൻറ് ആൻഡ് ദിയർ പാരൻസ് നോ ഹൗ വെൽ ഈച്ച് സ്റ്റുഡൻറ് ഹാസ് കംപ്ലീറ്റഡ് ദ ലേണിംഗ് ടാസ്ക്സ് ആൻഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഈ അസസ്മെൻറ്റ് ഓഫ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ടീച്ചർക്കും അതുപോലെ പാരൻസിനും കുട്ടി ഓരോ ടാസ്കിലും ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്തോ, അതിലെത്രമാത്രം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി, ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അസസ്മെന്റ് ഓഫ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് സാധിക്കും. ഇത് നടത്തുന്നത് അധ്യാപകരാണ്. ഗ്രേഡിങ്ങും നടത്താറുണ്ട്. കുട്ടികളുടെ നേട്ടത്തെ നിലവാരവുമായിട്ട് താരതമ്യം ചെയ്യുന്നു. ഫലം രക്ഷിതാക്കളുമായും കുട്ടികളുമായിട്ടും പങ്കിടും. ഒരു യൂണിറ്റിൻ്റെയോ ടേമിൻ്റെയോ നിശ്ചിത കാലയളവിൻ്റെയോ അവസാനം ഇത് നടത്തുന്നു. എന്നാൽ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് അങ്ങനെയല്ല. പഠനം നടക്കുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിക്കായി നടത്തുന്ന വിവിധ ഇടപെടലുകളും വിലയിരുത്തലും ഫീഡ്ബാക്ക് നൽകലുമാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ് അസസ്മെൻറ്റ് ദാറ്റ് അലൗസ് ടീച്ചേഴ്സ് മോണിറ്റർ സ്റ്റുഡൻസ് ഓൺ ഡേ ടു ഡേ ബേസിസ്. ഒരു ഡേ ടു ഡേ ബേസിസ് ക്ലാസ് റൂമിനകത്ത് ടീച്ചർ വിലയിരുത്തൽ നടത്തുന്ന ആ ഒരു പ്രോസസ്സാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. ദൈനംദിന അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ നിരീക്ഷിക്കാൻ അധ്യാപകർ അനുവദിക്കുന്ന ഒരു നിരന്തരമായ വിലയിരുത്തലാണിത്. ഇറ്റ് ഹെൽപ്സ് സ്റ്റുഡൻസ് ടു ഐഡന്റിഫൈ ദർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. കുട്ടികളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ടീച്ചർക്ക് സാധിക്കും, കുട്ടികൾക്ക് സാധിക്കും. ഓക്കെ. ടാർഗറ്റ് ഏരിയാസ് ദാറ്റ് നീഡ് വർക്ക്. ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ കുട്ടികൾക്ക് മനസ്സിലാക്കാനും ഈ പറയുന്ന സംഗതികളോടെ, ഈ അസസ്മെന്റ് ഫോർ ലേണിങ്ങിലൂടെ സാധിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് ഓൺഗോയിങ് ഫീഡ്ബാക്ക്. ഒരു ഓൺഗോയിങ് ഫീഡ്ബാക്ക് കുട്ടിക്ക് കിട്ടാൻ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് സഹായിക്കും. കുട്ടികളുടെ പ്രകടനം, പഠന തെളിവുകൾ, അധ്യാപകരുടെ നിരീക്ഷണം, കുട്ടികളുമായുള്ള ചർച്ച എന്നിങ്ങനെ വിവിധ മാർഗങ്ങളുടെ വിവരം ശേഖരിച്ചാണ് വിലയിരുത്തുക. റിട്ടൺ ഓർ ഓറൽ ഫീഡ്ബാക്ക്. ഒരു റിട്ടൺ അല്ലെങ്കിൽ ഓറൽ ഫീഡ്ബാക്ക് ഷുഡ് ബി ഗിവൺ ടു ദ ചിൽഡ്രൻ. കുട്ടികൾക്ക് നമ്മൾ കൊടുക്കും. കുട്ടികളെ വിളിച്ചിട്ട് ഉപദേശിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് മാർക്ക് അടിസ്ഥാനത്തിലൊക്കെ നമുക്കത് കൊടുക്കാൻ സാധിക്കും. ഇറ്റ് ഹാസ് ടു ബി പോസിറ്റീവ്. അത് പോസിറ്റീവ് ആവാം. ഇറ്റ് ഹാസ് ടു ബി പോസിറ്റീവ്. അത് പോസിറ്റീവ് ആയിട്ടുള്ള എന്തായിരിക്കണം? ഫീഡ്ബാക്ക് ആയിരിക്കണം. ലിഖിതമോ വാചികമായിട്ട് ഫീഡ്ബാക്ക് കുട്ടികൾക്ക് നൽകണം. അത് പോസിറ്റീവ് ആകണം. ഓക്കെ. എങ്ങനെയെല്ലാം ചെയ്താൽ കൂടുതൽ മികവിലേക്ക് ഉയരാനാകുമെന്നുള്ള വ്യക്തമായ ധാരണ പകരലാണ് ഈ പരിപാടി. ഏത്? അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. വിവരണാത്മകമാകണം. കുറ്റങ്ങളും കുറവുകളും പറയലല്ല, കുറ്റം കുറവും പറയാനുള്ളതല്ല, മറിച്ച് കുട്ടിയുടെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണിത്. ഇനി ഞങ്ങളുടെ ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം ഈ ചോദ്യം വായിച്ച് ഉത്തരം പറഞ്ഞേ. Worksheets and models applied by Sharada teacher helped Geedu in overcoming the difficulties, and she easily found the result of scientific experiments. The scaffolding provided by the teacher belongs to which type of evaluation? Models applied by Sharada teacher helped Geedu in overcoming the difficulty, and she easily found the assessment for learning ആയിരിക്കുമോ? For learning.
Assessment 4 അതായത് ഇവിടെ learning. എന്താ പറഞ്ഞിരിക്കുന്നത്, വർക്ക് ഷീറ്റുകൾ മോഡൽ സപ്ലൈഡ് ബൈ ശാരദ ടീച്ചർ helped Geetu and overcoming the difficulties as easily found the result of the scientific experiment. അപ്പോൾ ആ കുട്ടിക്ക് കുറവുള്ള ചില ഭാഗങ്ങൾ കറക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ ടീച്ചർ സപ്ലൈ ചെയ്തിട്ടുള്ള വർക്ക് ഷീറ്റുകൾ. ഓക്കെ, അപ്പോൾ അത് ഓവർകമ്മിങ് ദ ഡിഫിക്കൽട്ടീസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി കുട്ടീനെ ഹെൽപ്പ് ചെയ്തു. ദ സ്കഫോൾഡിങ് പ്രൊവൈഡഡ് ബൈ ദ ടീച്ചർ, ആ ടീച്ചർ ചെയ്ത ഒരു സ്കഫോൾഡിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ടല്ലോ, ആ കൈത്താങ്, അത് യഥാർത്ഥത്തിൽ എന്തിന്റെ ഭാഗമാണ്? അസസ്മെന്റ് 4 ലേണിംഗ് ആണ്. കുട്ടിയുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന പരിപാടി നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, പഠനം നടക്കുമ്പോൾ അതിന്റെ ഫലപ്രാപ്തിക്കായി നടത്തുന്ന വിവിധ ഇടപെടലും വിലയിരുത്തലും പഠനം നടക്കുമ്പോൾ. ഓക്കെ, അതുകൊണ്ട് അസസ്മെന്റ് 4 ലേണിംഗ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കേട്ടിട്ട് ചോദ്യം 2019. ഓക്കെ, താങ്ക് യു. ഇനി അസസ്മെന്റ് ആസ് ലേണിംഗ്, വിലയിരുത്തൽ തന്നെ പഠനം. ഇറ്റ്സ് സെൽഫ് അസസ്മെന്റ്. ഇതൊരു സെൽഫ് അസസ്മെന്റ് ആണ്. ഇത് പ്രധാനമായും സ്വയം വിലയിരുത്തലാണ്. താൻ ചെയ്ത പ്രവർത്തനത്തിലൂടെ സ്വയം വിമർശനപരമായി കടന്നു പോകുന്ന ഒരു പഠിതാവ് തൻ്റെ മികവുകളും പരിമിതികളും തിരിച്ചറിയുന്ന പ്രക്രിയയാണിത്. സ്റ്റുഡൻസ് ഡെവലപ്പ് എ സെൻസ് ഓഫ് ദ ഓണർഷിപ്പ് ആൻഡ് എഫിക്കസി with the use teacher peer self assessment feedback to make adjustments, improvements and changes to what they understand. ഇത് എന്താണ്? ഇറ്റ്സ് എ സെൽഫ് അസസ്മെന്റ്. അതാണ് മനസ്സിലാക്കേണ്ടത്. കുട്ടികൾ സ്വന്തമായിട്ട് വിമർശനാത്മകമായിട്ട് പോരായ്മകളെ തിരിച്ചറിയുന്നതാണ് അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പഠിച്ചത് വിവിധ തരത്തിലുള്ള അസസ്മെന്റുകളാണ്. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് അസസ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് ഉണ്ട്, മലയാളത്തിൽ എന്താണ്, നിദാന ശോധകം അല്ലേ. ഇവാലുവേറ്റീവ് അസസ്മെന്റ് ഉണ്ട്, പോർട്ട്ഫോളിയോ അസസ്മെന്റ് ഉണ്ട്. ഓക്കെ, പിന്നെ ഈ പോർട്ട്ഫോളിയോസ് ഉണ്ട്. ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസിന് സാധ്യതയുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചു കാണുന്നതാണ്. എ റേഞ്ച് ഓഫ് അസസ്മെന്റ് അപ്രോച്ചസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഡിഫറെൻറ്റ് റീസൺസ് ഓഫ് ദ വേരിയസ് സ്റ്റേജസ് ഇൻ ലേണിംഗ് സീക്വൻസ്. നമ്മൾ ലേണിങ്ങിൻ്റെ സീക്വൻസിനിടയിൽ വ്യത്യസ്ത തരത്തിലുള്ള അസസ്മെൻറ്റുകൾ നടത്താറുണ്ട്. നേരത്തെ അസസ്മെൻറ്റ് എന്താണെന്ന് ജനറലി നമ്മൾ അതിൻ്റെ വിവിധ തരത്തിലുള്ള അസസ്മെൻറ്റുകളെ കുറിച്ച് പഠിച്ചു. അതിലാണ് നമ്മൾ ഓഫും ഫോറും ആസും പഠിച്ചത്. അതുകൂടാതെ ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അത് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ഇൻഡിവിജ്വൽ സ്ട്രെങ്ത്, കുട്ടിയുടെ ഇൻഡിവിജ്വലിൻ്റെ സ്ട്രെങ്ത്, അതുപോലെ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെൻ്റ് ആവശ്യമുള്ള, കറക്ഷൻ ആവശ്യമുള്ള ഏരിയകളെ മനസ്സിലാക്കുന്നതിനും ആൻഡ് ടു ഇൻഫോം നെക്സ്റ്റ് സ്റ്റെപ്സ്, അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുന്നതിനുമുള്ള ടെസ്റ്റിനെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് അസസ്മെൻ്റ് എന്ന് പറയാം. എന്നാൽ ഇവാലുവേറ്റീവ് അസസ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഓവർറീച്ചിങ് പെർഫോമൻസ് ഓഫ് ദ അറേഞ്ച്മെൻറ്റ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്, സ്കൂൾ സിസ്റ്റം. ഏതെങ്കിലും ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോ ഒക്കെ എന്താണ്, അതൊരു ഓവർ റീച്ചിങ് ആയിട്ടുള്ള പെർഫോമൻസ്, കുട്ടിയുടെ പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇവാലുവേറ്റീവ് അസസ്മെൻ്റ് ആണ്. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞത്, ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്ത് ഇൻഡിവിജ്വലിൻ്റെ സ്ട്രെങ്ത് ഏരിയാസ്, അതുപോലെ അത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉള്ളതാണ് ഡയഗ്നോസ്റ്റിക്, നിദാന ശോധകം. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അത് വ്യത്യാസമുണ്ട്, അത് ഇതല്ല സംഭവം. All the products of the learning activities have to be included in the portfolio and assessed. ചില സ്കൂളുകളിലൊക്കെ എല്ലാ ഇപ്പോൾ എസ്പെഷ്യലി ഇത് കെ ജി സെഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പോർട്ട്ഫോളിയോസ് കാണാം. സ്കൂളിൽ തന്നെ ഒരു ഷെൽഫ് കാണാം, ആ ഷെൽഫിനകത്ത് ഒരു കുട്ടിക്കൊരു ഫയൽ കാണാം. അതിനാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ആ കുട്ടിയുടെ ആ കൊല്ലം തുടക്കം മുതൽ അവസാനം വരെ ആ കുട്ടി ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും അതിനെല്ലാം അവിടെ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. എ പോർട്ട്ഫോളിയോ ഈസ് എ കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക് ഓവർ പീരീഡ് ഓഫ് ടൈം. ഇറ്റ് കുഡ് ബി ഡേ ടു ഡേ വർക്ക് ഓർ സെലക്ഷൻ ഓഫ് ദ ലേണേഴ്സ് ബെസ്റ്റ് പീസ് ഓഫ് വർക്ക്. അത് കുട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് പീസ് ഓഫ് വർക്ക്സ് ഒക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. യൂസിങ് എ പോർട്ട്ഫോളിയോ ടീച്ചർ ക്യാൻ അസസ് എ ചൈൽഡ്. ഒരു പോർട്ട്ഫോളിയോ വെച്ചുകൊണ്ട് ടീച്ചർക്ക് ഒരു കുട്ടി എന്ത് ചെയ്യാൻ പറ്റും? അസസ് ചെയ്യാൻ പറ്റും. യൂസിങ് എ പോർട്ട്ഫോളിയോ ടീച്ചർ ക്യാൻ അസസ് എ ചൈൽഡ്. ഒരു കുട്ടീനെ അസസ് ചെയ്യാൻ സാധിക്കും. പോർട്ട്ഫോളിയോ കളക്ട് വർക്ക് സാമ്പിൾസ് ഓവർ ടൈം. കൃത്യമായ സമയത്തുള്ള വർക്ക് സാമ്പിൾസ് അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് ഡെവലപ്മെൻറ്റ് ചേഞ്ചസ്. അത് കുട്ടിയുടെ, അതായത് ഇപ്പോൾ കുട്ടി വരുമ്പോൾ ജൂണിൽ വരുമ്പോഴുള്ള കുട്ടി ചെയ്തൊരു വർക്കും
ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ അല്ലെങ്കിൽ ഡിസംബറിലോ അല്ലെങ്കിൽ അടുത്ത മാർച്ച് ആകുമ്പോഴേക്ക് ചെയ്തൊരു വർക്ക് തമ്മിൽ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടാവും. ആദ്യത്തിൽ നിന്ന് കുട്ടി ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ട് 1 ഇയർ കുട്ടി ആ സ്കൂൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കുട്ടിക്ക് അവസാനം വരുമ്പോൾ കാണണം. അതാണ് പോർട്ട്ഫോളിയോയുടെ പ്രത്യേകത. അത് കൃത്യമായി മെഷർ ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എന്താ പറയുക ഫയൽസ് വെച്ചുകൊണ്ട്. Think of a file that contains whatever a child has written for 1 year. It would given chronological. അത് chronological ആയിട്ട് എന്ത് ചെയ്യണം, സൂക്ഷിച്ച് വെക്കുമ്പോൾ കേട്ടോ. പിക്ചർ ഓഫ് ഹൗ ചൈൽഡ് അണ്ടർഗോൺ ദ ലേണിംഗ് പ്രോസസ്. അപ്പോഴേ നമുക്കതിനെ എങ്ങനെയാണ് ആ കുട്ടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജിലൂടെ കടന്നു പോയത്, അണ്ടർഗോൺ ചെയ്തത്, അതിൻ്റെ ഒരു വളർച്ചയുടെ ഒരു ക്രൊണോളജിക്കലായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് ലഭിക്കും അങ്ങനെ സൂക്ഷിക്കുന്നതുകൊണ്ട്. ഓക്കെ, ലേണിംഗ് ഈസ് നോട്ട് എ മിസ്റ്ററി. ലേണിംഗ് എന്ന് പറഞ്ഞൊരു മിസ്റ്ററി, ഇറ്റ്സ് നോട്ട് അതൊരു മിസ്റ്ററി, നിഗൂഢമായ ഒരു പ്രവർത്തനമല്ല. ഇറ്റ്സ് സം ഓഫ് ടോട്ടൽ ഓഫ് ദ എഫേർട്സ് പുട്ട് ബൈ ദ ചൈൽഡ് ആൻഡ് ഫെസിലിറ്റേറ്റ് ബൈ ടീച്ചർ. ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി ഒരു കുട്ടി ഇടുന്ന ശ്രമങ്ങളാണ് ലേണിംഗ് എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ പ്രൊമോട്ട് സെൽഫ് റെഗുലേഷൻസ് ബൈ ഇൻവോൾവിംഗ് സ്റ്റുഡൻസ് ഇൻ ആൻ അസസ്മെൻറ്റ് ഓഫ് ദെയർ ലേണിംഗ് പ്രോസസ്സ്. പോർട്ട്ഫോളിയോ ഒരു എന്താ പറയുക, കുട്ടീനെ ഒരു സെൽഫ് റെഗുലേഷന് വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. പോർട്ട്ഫോളിയോസ് ഇൻവോൾവ് സ്റ്റുഡൻസ് ഇൻ ഡിസൈൻ. കുട്ടികളെ ഡിസൈൻ ചെയ്യുന്നതിനും കളക്ഷനും ഇവാലുവേഷനും ഒക്കെ പോർട്ട്ഫോളിയോ സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ എ പോർട്ട്ഫോളിയോ ക്യാൻ ഇൻക്ലൂഡ് ദ ഫോളോയിങ്: ദ വർക്ക് ഓഫ് ഡൺ ബൈ ചൈൽഡ്. കുട്ടി ചെയ്ത എല്ലാ വർക്കുകളും പോർട്ട്ഫോളിയോയിൽ വേണം. ഇത് കണ്ടോ, ചെറിയ സ്കൂളിൽ ഉള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. ഫീഡ്ബാക്ക് ഇസ് ഗിവൺ ബൈ ടീച്ചർ കൊടുത്ത ഫീഡ്ബാക്സ് അതിനകത്തുണ്ടാവും. ദ ഒബ്സർവേഷൻസ് മെയ്ഡ് ബൈ ദ ചൈൽഡ് ആൻഡ് അറൗണ്ട് ലേണിംഗ്. കുട്ടികളുടെ എല്ലാ ഒബ്സർവേഷൻസ് അതിനകത്തുണ്ടാവും. റെക്കോർഡ് ഓഫ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൻ ബൈ ദ ചൈൽഡ് ആൻഡ് ഹോം. കുട്ടി ചെയ്ത വീട്ടിലും സ്കൂളുമായിട്ട് ചെയ്ത പലതരത്തിലുള്ള വർക്കുകൾ അതിനകത്തുണ്ടാവും. ഒബ്സർവേഷൻസ് ഓഫ് ദ പാരൻസ് ആൻഡ് അത് ടീച്ചേഴ്സ് ഇമ്പോർട്ടൻറ്റ്. പാരൻസിൻ്റെയും അത് മറ്റ് ടീച്ചേഴ്സിൻ്റെയും ഒക്കെ ഒബ്സർവേഷൻസും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഇപ്പോൾ പറഞ്ഞ ഈ പോർട്ട്ഫോളിയോ അത് ഡിജിറ്റൽ രൂപത്തിൽ. ഈ പോർട്ട്ഫോളിയോസ് ആർ എവിഡൻസ് ഓഫ് ഇലക്ട്രോണിക് അസസ്മെൻറ്റ്. ഇലക്ട്രോണിക്കലി നടത്തുന്ന, കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന അസസ്മെൻറ്റുകളുടെ ഒരു ശേഖരം. ഓക്കെ, ഇപ്പോൾ പഴയ പോലെയല്ല. ഇപ്പോൾ നമുക്ക് പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് സ്കൂൾ വരണമെന്നില്ല കുട്ടി. ഇപ്പം കോവിഡിൻ്റെ സമയമൊക്കെ ആയ സമയത്ത് കൂടുതലായിട്ടും നമ്മൾ ആ രൂപത്തിലേക്ക് നമ്മൾ മാറി. പരീക്ഷകളൊക്കെ നടത്താൻ ഗൂഗിൾ ഫോം പോലെയൊക്കെയുള്ള സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷകൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പോർട്ട്ഫോളിയോസ് ആർ എവിഡൻസ് ഓഫ് ദി ഇലക്ട്രോണിക് അസസ്മെൻറ്റ്. ദ അസസ്മെൻറ്റ് ഈസ് പ്രോസസ് ഓഫ് examine how the students completed the learning activities and construct knowledge collaboratively by using ICT. It's perform under formative assessment. Okay, it's perform under ഇത് ഫോർമാറ്റീവ് അസസ്മെൻറ്റ് ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. The e-portfolio is a collection of the records of the tasks and assignments completely by the learner and stored in digital format. കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള റെക്കോർഡുകളും അവരുടെ ടാസ്കുകൾ, അതിൻ്റെയൊക്കെ റെക്കോർഡ്സ്, അസൈൻമെൻറ്റ്സ് ലേണർ കംപ്ലീറ്റ് ചെയ്തത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഡിജിറ്റൽ ഫോർമാറ്റിലായിരിക്കും. ഇറ്റ്സ് ആൻ ഓൺഗോയിങ് പ്രോസസ്. ലേണിംഗ് നോട്ട് ഡൺ അറ്റ് ദി എൻഡ് ഓഫ് ദ കോഴ്സ്. ഇത് എൻഡ് ഓഫ് ദ കോഴ്സിലല്ല, ദിസ് ഈസ് ഓൺഗോയിങ് പ്രോസസ് ആയിരിക്കും ഈ പോർട്ട്ഫോളിയോസ്. ഞാൻ ഒരു ചോദ്യം തരാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, കേട്ടിട്ടുണ്ട്. ഭവ്യ ഒന്ന് ചോദ്യം വായിച്ചിട്ട് ഉത്തരം പറയാമോ? Portfolio assessment is appropriate for English learners because it helps the teacher to avoid the useful for learners to get class to show the extent of work done. It helps to show the extent of work done. Yes, ചെയ്ത ജോലിയുടെ എക്സ്റ്റെൻഡ് അല്ലേ, അതിന്റെ പരിധി മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. അതുകൊണ്ടാണ് പോർട്ട്ഫോളിയോ അസസ്മെന്റ് അപ്രോപ്രിയേറ്റ് ആവുന്നത് അല്ലേ, ഉചിതമാകും. അതിലൂടെ എത്ര വർക്ക് ചെയ്തു എന്നുള്ള അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് ഉണ്ടല്ലോ, അതിന്റെ പരിധി, അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് ഇവിടെ സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ. ഓക്കെ, താങ്ക് യു. സോ നെക്സ്റ്റ് ആതിര, അടുത്ത PYQ ഒന്ന് വായിച്ചേ. A collection of students work on a variety of tasks throughout the mean for keeping a record of their performance is known as portfolio. ഏതാണ് പോർട്ട്ഫോളിയോ അല്ലേ? A collection of students work on a variety of tasks throughout the meant for keeping a record on their performance is known as portfolio. അല്ലേ? Good.
എന്നാൽ ഭവ്യ തന്നെ അടുത്തത് വായിച്ചിട്ട് ആൻസർ പറഞ്ഞേ. Which of the following is not the correct characteristics of e-portfolio assessment? First one, it provide information for only summative assessment. Portfolio provide a sample of students' ongoing work, which is not the correct characteristics of e-portfolio. Second one, the portfolio provides sample of students on. അതായത് ഈ പോർട്ട്ഫോളിയോസിന്റെ not the correct. It provide information for only summative assessment. സമ്മേറ്റീവ് അസസ്മെന്റിന്റെ ഡീറ്റെയിൽസ് മാത്രമാണോ ഇത് തരുന്നത്? ഒന്ന്. രണ്ട്, പോർട്ട്ഫോളിയോ പ്രൊവൈഡ് സാമ്പിൾസ് സ്റ്റുഡൻസ് ഓൺഗോയിങ് വർക്കിന്റെ സാമ്പിൾസ് ആണ് പോർട്ട്ഫോളിയോ അതാണ് തരുന്നത്. അപ്പം സമ്മേറ്റീവ് അസസ്മെന്റ്, ഓൺലി സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള, ഇത് തെറ്റാണ്. സമ്മേറ്റീവ് അസസ്മെന്റിന് മാത്രമല്ല, ആണോ? അല്ല, ഈ പോർട്ട്ഫോളിയോ കുറിച്ച് പറഞ്ഞത് അല്ല. പിന്നെ പോർട്ട്ഫോളിയോ പ്രൊവൈഡ് സാമ്പിൾസ് ഓഫ് സ്റ്റുഡൻസ് സ്റ്റുഡൻസിന് ഓൺഗോയിങ് സാമ്പിൾ ആണ് തരുന്നത്. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഓൺലി 1 ആണ് എന്ത്? തെറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇവാലുവേഷൻ എന്താന്ന് നോക്കാം. വാട്ട് ഈസ് ഇവാലുവേഷൻ? Evaluation is the systematic process of collecting, analyzing, interpreting information to determine the extent to which people are achieving instructional objectives. അതായത് വിദ്യാർത്ഥി എത്രത്തോളം പ്രബോധന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നു എന്ന് നിർണ്ണയിക്കാൻ വിവരങ്ങൾ ശേഖരിക്കുക, വിശകലനം ചെയ്യുക, വ്യാഖ്യാനിക്കുക തുടങ്ങിയ വ്യവസ്ഥാപിത പ്രക്രിയകളാണ് മൂല്യനിർണ്ണയം. പ്ലേസ്മെന്റ് ഇവാലുവേഷൻ ഉണ്ട്, ഫോർമാറ്റ് ഇവാലുവേഷൻ ഉണ്ട്, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ഉണ്ട്, സമ്മേറ്റീവ്, ഇതൊക്കെ ഇവാലുവേഷൻ ഉണ്ട്. നേരത്തെ നമ്മൾ അസസ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ഉണ്ട്, CCE ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്ലേസ്മെന്റ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബിഫോർ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിൻ്റെ തൊട്ട് മുമ്പ് നടക്കുന്നതാണ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ. ഫോർമാറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് മോർ ദാൻ വൺസ് ഡ്യൂറിങ് ദ ടീച്ചിങ്. ഈ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഇടയിൽ ഒന്നിൽ കൂടുതൽ തവണ നടക്കുന്നതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കണ്ടക്റ്റഡ് അലോങ് വിത്ത് ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ കാലഘട്ടത്തിൽ നടക്കുന്നതാണ് ഡയഗ്നോസ്റ്റിക്. സമ്മേറ്റീവ് എന്ന് പറഞ്ഞാൽ കണ്ടക്ട് എൻഡിൽ നടക്കുന്നതാണ് സമ്മേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഈ ഫോർമേറ്റീവ് അതായത് സംരചന മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് സ്റ്റുഡൻസ് ടു ഐഡന്റിഫൈ ദർ സ്ട്രെങ്ത്. അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ടാർഗറ്റ് ഏരിയാസ് ദറ്റ് നീഡ് വർക്ക്, അവർ കൂടുതൽ വർക്ക് ചെയ്യേണ്ട ഏരിയകൾ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ കൊണ്ട് FE കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ഫാക്കൽറ്റി ടു റെക്കഗ്നൈസ് വേർ ദ സ്റ്റുഡൻസ് ആർ സ്ട്രഗ്ലിംഗ് ആൻഡ് അഡ്രസ് പ്രോബ്ലംസ് ഇമ്മീഡിയറ്റ്ലി. കുട്ടികൾ എവിടെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ഫോർമേറ്റീവ് ഇവാലുവേഷൻ കൊണ്ട് സാധിക്കും. ഗെറ്റ്സ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്, പെട്ടെന്ന് ഫീഡ്ബാക്ക് കിട്ടുന്നു. ഫ്രീക്വൻ്റ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് പ്രോസസ്സ്, ഇത് ഫ്രീക്വൻ്റ് ആയിട്ടും ഇടപെട്ടും സ്ഥിരമായിട്ടും നടക്കുന്ന പ്രോസസ്സാണ് ഫോർമാറ്റീവ് അസസ്മെൻറ്റ്. ഓക്കെ, ഇതിൻ്റെ ടൂൾസുകൾ എന്ന് പറയുന്നത് ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് FE നടത്താം, ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെ ഫോർമാറ്റീവ് ഇവാലുവേഷൻ നടത്താം, ഒബ്സർവേഷൻസിലൂടെ നടത്താം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേറ്റ് ദ കോൺഫിഡൻസ് ഓഫ് സ്റ്റുഡൻറ്റ്, ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ പ്രോബ്ലംസ് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചർ അലൈക്ക്. Students' problem can corrected by the remedial teaching, and teachers' problems can be improved by the improved quality. ഇത് ഇവിടെ ഒന്നും നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വാട്ട് ഈസ് ദീസ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ FE തന്നെയാണ് സത്യത്തിൽ FAയും. ഓക്കെ, രണ്ടിൻ്റെയും ആൻസർ സത്യത്തിൽ ഒന്ന് തന്നെയാണ്, രണ്ടും ഒരേ സംഗതി തന്നെയാണ്. ഓക്കെ, ഈ ഒരു ചോദ്യം നോക്കിയേ. ആതിരാക്കെ, frequent and intermittent evaluation is? Frequent and intermittent evaluation is formative evaluation. കേട്ടോ, അപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ ആയില്ലേ? ഇനി സമ്മേറ്റീവ് ഇവാലുവേഷൻ. The goal of a summative evaluation is to evaluate student learning at the end of an instruction unit by comparing against some standard or benchmark. ഒരു യൂണിറ്റിൻ്റെ എൻഡിൽ നടക്കുന്നതാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. അപ്പോൾ FE എന്താണ് ആതിര?
frequent and intermittent. What is SC? End of an instructional unit. Okay? ഇവിടെ നമ്മൾ റിട്ടേൺ എക്സാംസ് നടത്താം, പ്രാക്ടിക്കൽ വൈവ പോർട്ട്ഫോളിയോസ് ഒക്കെ നടത്താം. ഹയർ ലെവൽ പ്രൊമോഷന് വേണ്ടിയിട്ട് നമുക്ക് പ്ലേസ്മെന്റ് ഇഷ്യൂ സർട്ടിഫിക്കറ്റ് മറ്റൊക്കെ വേണ്ടി നമുക്ക് സമ്മേറ്റീവ് എൻഡിലായതുകൊണ്ട് നമുക്ക് പ്രൊമോഷന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം സമ്മേറ്റീവ്. ഓക്കെ, ഇനി വാട്ട് ഈസ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, CCE? CCE എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് അപ്രോച്ച് ഓഫ് ഇവാലുവേഷൻ. In India, continuous competency evaluation was introduced by the Central Board of Secondary Education. ആരാണ് CCE കൊണ്ടുവന്നത് ഭവ്യ? CBSE. To assess the performance of the students in all perspective for the holistic development of the students. സ്റ്റുഡൻറ്റിന് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എല്ലാ മേഖലയിലും സർവോന്മുഖമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി CBSE കൊണ്ടുവന്നിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ടൂളാണ് CCE. ഒരു ഇവാലുവേഷണൽ ടൂള് ആണ്, അല്ലെങ്കിൽ അസസ്മെൻറ്റ് ടൂളാണ് CCE. വിത്ത് എനാക്ട്മെൻറ്റ് ഓഫ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ ഭാഗമായിട്ട് CCC വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇയർ 2009. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും, ഏത് വർഷമാണ് ഭവ്യേ CCE വന്നത്? 2009. ഏതിൻ്റെ ഭാഗമായ, ഏത് നിയമത്തിൻ്റെ ഭാഗമായാണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, RTE അല്ലേ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ ഭാഗമായിട്ടാണ് 2009 CCE കൊണ്ടുവരുന്നത്. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് അസസ്മെന്റ് വെർ ദി സ്റ്റുഡൻസ് ആർ അസസ്ഡ് ഇൻ ഓൾ ആസ്പെക്ട്സ് ലൈക്ക് അക്കാദമിക്സ്, ഗെയിംസ്, സ്പോർട്സ്. അക്കാദമിക്സിലും ഗെയിംസിലും സ്പോർട്സിലും ക്രിയേറ്റിവിറ്റിയും കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും എല്ലാം വിത്ത് ഡെവലപ്പിംഗ് അക്കാദമിക് സ്കിൽസ്, എല്ലാ മേഖലയിലുള്ള വളർച്ച എന്ത് ചെയ്യണം? മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഇല്ല ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. The main purpose of this system is to make student to stress free. കുട്ടിയെ സ്ട്രെസ് ഫ്രീ ആക്കുക എന്നതാണ് പ്രധാനമായും CCEയുടെ ലക്ഷ്യം. എന്താണ് ഭവ്യ? To make the students stress free. CC stands for School Based Evaluation of the Students that covers all aspects of the students' development. എല്ലാ തലത്തിലുള്ള വികസനത്തിന് കേട്ടോ. കണ്ടിന്യൂസ് സ്റ്റാൻഡ്സ് ഫോർ അസസ്മെന്റ് ഓഫ് ദ സ്റ്റുഡൻറ് ത്രൂ ഔട്ട് ദ ഇയർ, ബട്ട് നോട്ട് ജസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ. ഇത് എൻഡ് ഓഫ് ദി ഇയറിലല്ല, ത്രൂ ഔട്ട് ദി ഇയറിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യണം. അതാണ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കോംപ്രഹെൻസീവ് മീൻസ് ഓൾ റൗണ്ട് ഡെവലപ്മെന്റിനെയാണ് കോംപ്രഹെൻസീവ് സൂചിപ്പിക്കുന്നത്. ദിസ് അസസ്മെന്റ് ഇസ് ഡൺ ഇൻ ദ സ്കോളസ്റ്റിക് ആൻഡ് കോ സ്കോളസ്റ്റിക് ഏരിയസ്. സ്കോളസ്റ്റിക് ഏരിയയിലും കോ സ്കോളസ്റ്റിക് ഏരിയയിലും വികസനം ഉണ്ടാവണം. സ്കോളസ്റ്റിക് മീൻസ് നമുക്കൊരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതും പിന്നെ കോ കരിക്കുലർ ആയിട്ടുള്ള സംഗതികളാണ് കോ സ്കോളസ്റ്റിക് ആയിട്ടുള്ള മേഖല എന്ന് പറയുന്നത്. സ്കോളസ്റ്റിക് ഏരിയ റിഫേഴ്സ് ടു ദ ഇന്റലക്ട് ഓർ ബ്രെയിൻ. ഇറ്റ് റിലേറ്റഡ് ടു ദ അസസ്മെന്റ് ഓഫ് ദ ലേണർ ഇൻ കരിക്കുലർ സബ്ജക്ട്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് അസൈൻമെന്റ്, പ്രോജക്റ്റ്, പ്രാക്ടിക്കൽ, ഇതൊക്കെയാണ് എന്ത് സ്കോളസ്റ്റിക് ഏരിയ. എന്നാൽ ദ ടേം കോ സ്കോളസ്റ്റിക് റിഫേഴ്സ് ടു ദോസ് ആസ്പെക്ട്സ് വിച്ച് ആർ റിലേറ്റഡ് ടു ദ ഹാൻഡ് ആൻഡ് ഹാർട്ട്. കൈകൊണ്ടുള്ളത്, ശരീരം കൊണ്ട് അല്ലേ, ഹൃദയം കൊണ്ട്. അതായത് അവെയർനെസ്, നീറ്റ്നെസ്, റെഗുലാരിറ്റി, പങ്ക്ച്വാലിറ്റി, കോപ്പറേഷൻ, സിമ്പതി, ഒബീഡിയൻസ്, വർക്ക്, ഡിസിപ്ലിൻ, നമ്മളെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സമൂഹത്തിലെ സേവന മനോഭാവവുമായി ബന്ധപ്പെട്ട സർവീസുമായി ബന്ധപ്പെട്ട സംഗതികൾ, അങ്ങനത്തെ എഡ്യൂക്കേഷൻസ് ഉണ്ടല്ലോ, അത് കോ സ്കോളസ്റ്റിക് ആയിട്ടുള്ള സംഗതികളാണ്. സ്കോളസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാഠപുസ്തകത്തിനകത്ത് ഉള്ള പ്രോജക്റ്റുകളും പ്രാക്ടിക്കൽ വർക്കും അങ്ങനത്തെ വർക്കുകളാണ് സ്കോളസ്റ്റിക്. ആതിര, വാട്ട് ഈസ് സ്കോളസ്റ്റിക് ആൻഡ് വാട്ട് ഈസ് കോ സ്കോളസ്റ്റിക് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താ അത് രണ്ടുള്ള വ്യത്യാസം? സ്കോളസ്റ്റിക് എന്ന് പറയുമ്പോൾ പാഠബുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് സ്കോളസ്റ്റിക്കിൽ വരുന്നത്. കോ സ്കോളസ്റ്റിക്കിൽ വരുമ്പോൾ അതിന്റെ വേറെ അല്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ ആർട്സും അങ്ങനത്തെ നമ്മൾ ഈ ഒരു സ്കൂൾ കാലഘട്ടങ്ങളിൽ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും. മറ്റേത് കോ കരിക്കുലർ. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. സോ ഭവ്യ, ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുകയും. The most significant approach of the evaluation is continuous and comprehensive evaluation. Evaluationന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അപ്രോച്ചിന്റെ പേരാണ്
കണ്ടിന്യൂസ് Continuous ആൻഡ് and കോംപ്രഹെൻസീവ് comprehensive വാല്യുവേഷൻ CCE അല്ലേ? കേട്ടിട്ടിന്റെ ചോദ്യം അത്. ഇനി അടുത്ത ഒരു കേട്ടിട്ടിന്റെ ചോദ്യം രേഖയോട് ചോദിക്കാം. രേഖ ഒന്ന് വായിച്ചിട്ട് ഞാൻ വായിച്ചുതരാം. നിരന്തര വിലയിരുത്തലിനെ സംബന്ധിക്കുന്ന ശരിയായ ധാരണ ഏതാണ്? വിലയിരുത്തലിനെ സംബന്ധിക്കുന്ന ശരിയായ ധാരണ പഠന പ്രവർത്തനത്തോടൊപ്പം സ്വാഭാവികമായി നടക്കേണ്ടത്. അല്ലേ? പഠന പ്രവർത്തനത്തോടൊപ്പം സ്വാഭാവികമായി നടക്കേണ്ടതാണ്. ഈ നിരന്തര വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. CCE. അത് പഠന പ്രവർത്തനത്തോടെ സ്വാഭാവികം നടക്കേണ്ടത്. അത് എൻഡിലല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഇറ്റ് ഇസ് നോട്ട് അറ്റ് ദി എൻഡിൽ നടക്കേണ്ടതല്ല എന്ന് നമ്മൾ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അടുത്തത് ആതിര, 8ാമത്തെ ചോദ്യം വായിച്ച് ഉത്തരം പറഞ്ഞേ. Which is not a part of continuous assessment. Self-assessment term, class test, peer assessment, self-assessment. കണ്ടിന്യൂസ് അസസ്മെന്റ് ഭാഗമല്ലാത്തത് ടേം ഇവാലുവേഷൻ അല്ലേ? കണ്ടിന്യൂസ് ടേം എന്ന് പറഞ്ഞാൽ എൻഡിലുള്ളല്ലേ? അല്ല, നമ്മളിപ്പം മിഡ് ടേം ഒക്കെ നടത്തുന്നില്ലേ? ഏതാ മിഡ് ടേം ഒക്കെ നടത്തുന്നില്ലേ അന്നേരം? മിഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡിൽ നടക്കുന്നതാണ് ടേം ഇവാലുവേഷൻസ്, ഒരു കോഴ്സിന്റെ എൻഡിൽ. ഓക്കെ, അപ്പോ കണ്ടിന്യൂസ് അസസ്മെന്റ് എന്താണ്? ടേമിൽ നടക്കുന്നതല്ല. ഓക്കെ, ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ മിഡ് ടേം അതല്ല ഉദ്ദേശിച്ചത്. ടേം എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ കോഴ്സ് അല്ലെങ്കിൽ ടീച്ചിങ്. ഓക്കെ, അപ്പോൾ സെൽഫ് അസസ്മെന്റ് ഇതിന്റെ ഭാഗമായിട്ട് വരാം, ക്ലാസ് ടെസ്റ്റുകൾ വരാം, പിയർ അസസ്മെന്റുകളൊക്കെ കണ്ടിന്യൂസിന്റെ ഭാഗമായിട്ട് വരാം. ഇതിന്റെ ഉത്തരം ടേം ഇവാലുവേഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ ബി. കേട്ടിട്ടുള്ള ചോദ്യമാണേ. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെഗുലർ ആണ്, കണ്ടിന്യൂസ് ആണ്. ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് ത്രൂ ഔട്ട് ദ ഇയർ അച്ചീവ് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ്. കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞാൽ മെന്റൽ, ഇമോഷണൽ, ഫിസിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദ സ്റ്റുഡൻസ് പ്രോഗ്രസ്, ഓൾ റൗണ്ട് ഡെവലപ്മെന്റിനെയാണ് കോംപ്രഹെൻസീവ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവാലുവേഷൻ ഉദ്ദേശിക്കുന്നത് വെറൈറ്റി ഓഫ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ്ഡ് ടു അസസ് ആൻഡ് ഇവാലുവേറ്റ് ദ സ്റ്റുഡൻസ് പ്രോഗ്രസ്. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കുക, അത്രമാത്രം. ഇനി ചെയ്യുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾ കുറച്ചും കൂടെ ഈ പഠിച്ച ടോപ്പിക് ഒന്നുകൂടെ ഫ്ലുവൻ്റ് ആവുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞോളാം. ഞാൻ പറയാം, വർക്ക് ഷീറ്റ്സ് ആൻഡ് മോഡൽസ് അപ്ലൈഡ് വിത്ത് ശാരദ ടീച്ചർ ഹെൽപ്ഡ് ഗീതു ഇൻ ഓവർകമ്മിങ് ഡിഫിക്കൽറ്റീസ് ആൻഡ് ഷീ ഈസിലി ഫൗണ്ട് റിസൾട്ട് ടു സയന്റിഫിക് എക്സ്പെരിമെന്റ്സ്. ഇത് സ്കഫോൾഡ്. ഈ സ്കഫോൾഡിങ്ങിനെ എന്ത് വിളിക്കാം? അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി, വെരി ഗുഡ്. ഫോർ ലേണിംഗ്. ഓക്കെ, നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം അത്. യെസ്. രണ്ടാമത്തെ ചോദ്യം, പോർട്ട്ഫോളിയോ അസസ്മെന്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ഇംഗ്ലീഷ് ലേണേഴ്സ്. എന്തിന്? Because it helps to show the extent of work done. Option D. It shows the extent of the work done. Good. ബാക്കി ഒന്നും അതിന് സൂട്ട് ആവില്ല. അടുത്തത് മൂന്നാമത്തത് വായിച്ചിട്ട് ഉത്തരം പറഞ്ഞ കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക്. ഓപ്ഷൻ ഡി പോർട്ട്ഫോളിയോ. ഏതാ? ഓപ്ഷൻ ഡി പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ. ഓക്കെ, ഗുഡ്. നാലാമത്തത്, which of the following is not the correct characteristic of the e-portfolio assessment? ഒന്ന്, it provides information for only summative assessment. Portfolio provides sample of students' ongoing work. Not the correct characteristic of e-portfolio statement എന്ന് പറയുമ്പോൾ ആദ്യത്തേത്. ഓപ്ഷൻ എ അല്ലേ? 1 ആണ് തെറ്റ്, രണ്ടാമത്തെ ശരിയും ആദ്യത്തെ തെറ്റുമാണ്. 3, frequent and intermittent evaluation is formative evaluation. Formative. Option A അല്ലേ? 5. Good. ഇനി 6, the most significant approach of the evaluation is continuous and comprehensive evaluation. Option C. Option C. ഓക്കെ, നിരന്തര വിലയിരുത്തലിനെ സംബന്ധിക്കുന്ന ശരിയായത് ഏതാണ്? പഠന പ്രവർത്തനത്തോടൊപ്പം സ്വാഭാവികമായി നടക്കേണ്ടത്. ഓപ്ഷൻ എ. ഗുഡ്.
Okay, thank you. Next, Rega. Which Sir. is not a part of continuous assessment? Term evaluation. Term evaluation. അടുത്തത് രേഖ, what activity is more likely to be assessment as learning? D. When children assess themselves and find better possibilities. Very good. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അല്ലെ. when the children assess themselves and find better ability possibilities. കുട്ടി സ്വന്തം വിലയിരുത്തുന്നതാണ് അല്ലേ. Good. 10ാമത്തെ ചോദ്യം ആർക്കാ നമുക്ക് കൊടുക്കുക? ഭവ്യ. Assessment for learning includes assessment before, during, and after the teaching learning. Assessment before, during, and after the teaching learning. Self-assessment, formal as well as informal procedure. Feedback for students and the process of teaching learning. First one, assessment before, during, the after the teaching learning. Before, during, the after the teaching. Self-assessment ഉണ്ട്. Second one ഉണ്ട്. Formal as well as informal procedures. അതില്ല. Feedback for the students and the process of teaching learning. അതുണ്ട്. Second one ഉണ്ട്. Fourth one ഉണ്ട്. First one. First, second, four. അത് C. ആതിരക്കെ കിട്ടിയോ? ഭവ്യ പറഞ്ഞ ശരിയാണോ? അസസ്മെന്റ് ഫോർ ലേണിംഗ്. അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോൾ പഠനത്തിനായുള്ള വിലയിരുത്തലാണ്. അപ്പോൾ അസസ്മെന്റ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ, അപ്പം ഇത് വരുമല്ലോ സാർ, അസസ്മെന്റ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ ടീച്ചിങ് ലേണിംഗ് വരും. പിന്നെ പഠനത്തിനായുള്ളതാണ്. അപ്പൊ അത് വരും. പിന്നെ പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ നമ്മൾ സെൽഫായിട്ട് അസസ് ചെയ്യും. ഞാൻ എത്രത്തോളം ഉണ്ട്, ഇല്ല, സെൽഫ് അസസ്മെന്റ് ആകുമ്പോൾ വിലയിരുത്തൽ തന്നെ പഠനം വരും. ഇല്ലല്ലോ, ഇല്ല, സെൽഫ് അസസ്മെന്റ് ഇല്ല. അപ്പൊ ഭവ്യ ശ്രദ്ധിച്ചോ? സെൽഫ് അസസ്മെന്റ് പറഞ്ഞ സംഗതി ആസിലാണ്. ഇനി അടുത്ത് ഫോർമൽ ആസ് വെൽ ആസ് ഇൻഫോർമൽ പ്രൊസീജിയേഴ്സ് വരും. പിന്നെ ഫീഡ്ബാക്ക് ഫോർ സ്റ്റുഡൻസ് ആൻഡ് ദ പ്രോസസ് ഓഫ്, അതും ഫീഡ്ബാക്ക് കൊടുക്കും. പ്രോസസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഓക്കെ, അപ്പൊ ഫീഡ്ബാക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് മൂന്നും ശരിയാണ് കേട്ടോ ഭവ്യ. ശരിയുത്തരം ഏതായിരിക്കും? ഓപ്ഷൻ സി. 1, 2, 3, 4. ആൻസർ സി ആണ്. ഇത് സി ടെറ്റിന്റെ ഒരു ചോദ്യം കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി ഭവ്യ തന്നെ അടുത്തതിന്റെ പറ. Which type of assessment is a part of the classroom observation, discussion in the class, and feedback of the students? Assessment for learning. Assessment for learning. Very good. Assessment for learning. ഓക്കെ, കേട്ടിട്ടുണ്ടാണ്. അടുത്തത് ആതിര പറ. ഒരു പാഠഭാഗത്തിന്റെ വിനിമയത്തിന് ശേഷം എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തുന്ന പ്രക്രിയ. ഒരു പാഠഭാഗത്തിന്റെ വിനിമയത്തിന് ശേഷം എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തുന്നത് അസസ്മെന്റ് ഓഫ് ലേണിംഗ്. ഓപ്ഷൻ ബി. Good. Yes. കേട്ടിട്ടല്ലോ, ഓപ്ഷൻ ഇ വരെ ഉണ്ടല്ലോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 13. രേഖ. വാട്ടർ ആണ്. അസസ്മെന്റ് ഫോർ ലേണിംഗ്. Which one have more density? This type of assessment എന്ന് പറയുന്നത് പഠനത്തിൽ തന്നെ വിലയിരുത്തലല്ലേ, പഠനത്തിനോടൊപ്പമുള്ള വിലയിരുത്തൽ. അപ്പൊ അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഗുഡ്.
എന്താ അങ്ങനെ പറയാൻ കാരണം? ആ പരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടീച്ചർ ആ കുട്ടികളെ വിലയിരുത്തുന്നത് കൂടെ ഉണ്ട്. വെരി ഗുഡ്, എക്സലന്റ്. അടുത്തത് ആതിര. വിച്ച് അസസ്മെന്റ് വിൽ ബി ഗിവൺ ടു ലേണേഴ്സ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓർ ഇൻസ്ട്രക്ഷൻസ് rather than the after completed? Which assessment will be given learners during the course of instructions? Which assessment? Formative. Good. Next, Bhavya. As a teacher, which type of evaluation you would choose to monitor the progress of learning of the students? Progress. Formative evaluation. Yes. Option D. Good. അടുത്തത് രേഖ. Evaluation done at the end of the inspection. The end of the instruction. ബോധനത്തിന്റെ അന്ത്യത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയം. Summative evaluation. B. ഓപ്ഷൻ ബി, സമ്മേറ്റീവ് ഇവാലുവേഷൻ. അടുത്തത് ആതിര. A system of school-based evaluation of students that covers all aspects of students' development, continuous and comprehensive evaluation. ഓപ്ഷൻ A. CCE അല്ലേ? Good. Okay, thank you. Next, Bhavya. Which is not included in the student's portfolio as part of the student's portfolio as part of the continuous evaluation. Environmental science diary, seminar report, process pair of teaching manual, model of process pair of teaching പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടാത്തത്. process pair of teaching manual. അങ്ങനെ സംഭവം ഇല്ല അല്ലേ? ബാക്കി ഇപ്പൊ എൻവയോൺമെന്റ് സയൻസ് ഡയറി ആണെങ്കിലും സെമിനാർ റിപ്പോർട്ട് മോഡൽ ആണെങ്കിലും എല്ലാം അങ്ങനെയൊക്കെ അതൊക്കെ നമ്മുടെ ഇതിന്റെ ഭാഗമായി ഉണ്ടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. രേഖ. A collection of evidences assembled and managed for the purpose of learning. E-portfolio. Good. A collection and evidence of assembled and managed for the purpose of learning. ഇതിലിപ്പോൾ ഉള്ളതിൽ ഈ പോർട്ട്ഫോളിയോ ആണ് അതിന് സൂട്ടബിൾ ആയിട്ടുള്ളത്. ഫീഡ്ബാക്ക്, അസസ്മെന്റ്, ചെക്കിങ്ങും അല്ല. അടുത്തത് ആതിര. Term and tests are part of. Term and tests are part of. Term and tests are formative evaluation. ഫോർമേറ്റീവില് ടേംസ് വരില്ലല്ലോ. ഇല്ല, അപ്പൊ സമ്മേറ്റീവ്. സമ്മേറ്റീവ് ആണ് കേട്ടോ. ഓക്കെ. 21 രേഖ. വാട്ട് ഇവാലുവേഷൻ ഇസ് ഡൺ ബൈ ദ ടീച്ചർ ഡ്യൂറിംഗ് ദ ഇൻസ്ട്രക്ഷൻ? Formative evaluation. വെരി ഗുഡ്. ഓപ്ഷൻ സി, ഫോർമാറ്റീവ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. 21 ചോദ്യമുണ്ട്. അതൊക്കെ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ ചോദിച്ച കൂടാതെ തന്നെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക സമയം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഡൗട്ട് ഒന്നുമില്ലെങ്കിൽ ഇത്രയും മതി.